ടി മുഹമ്മദ് ബഷീർ വിവരം അയച്ചിരുന്നു. ക്ഷമിക്കണം, ടി മുഹമ്മദ് ബഷീർ വാർത്തകൾ പ്രതികരിക്കാൻ ചേരുന്നു. ടി ഈ സംഭവം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ശ്രദ്ധയിൽപ്പെട്ടു. അവരിന്റെ അടുത്ത് വന്നിരുന്നു. അപ്പൊ ഇതിന്റെ കടലാസ് അവരുടെ ആയിട്ട് ശരിക്കും പറഞ്ഞത് എന്തിനാണിത് ക്യാൻസർ 52,000-ഓളം അപേക്ഷ ഉണ്ട്. അത് മാത്രമല്ല കുറെ ആളുകൾ എല്ലാം റെഡിയായി പൈസ മുഴുവൻ അടച്ചു യാത്ര പറയാൻ തുടങ്ങി. അപ്പോഴാണിത് വന്നത് സൗദി അവിടുത്തെ ഗവൺമെന്റാണ് ചെയ്തതെന്നുള്ളതാണ് പറഞ്ഞത്. വേറെ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ അവരത് ക്യാൻസൽ ചെയ്തതായിട്ട് കണ്ടുകൊണ്ട് അവർ വേറെ ചെയ്തിട്ട് വേറെ രാജ്യത്തിന് കൊടുത്തു എന്നൊക്കെയുള്ള ഒരു വർത്തമാനം കേൾക്കുന്നുണ്ട്. കൃത്യമായിട്ട് അതിന്റെ ആധികാരികത അറിയില്ല. പക്ഷെ ഞാൻ എൻ്റെ അടുത്ത് അത് കിട്ടിയ ആ സമയത്ത് തന്നെ ഞാൻ മിനിസ്റ്റർ ഓഫീസിൽ വിളിച്ചു. നമ്മുടെ മൈനോറിറ്റീസ് മിനിസ്റ്റർ ഞാൻ ഹജ്ജ് കൈകാര്യം ചെയ്തിപ്പോൾ അദ്ദേഹത്തെ കിട്ടിയില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ദീർഘമായിട്ട് ഇതിന്റെ എല്ലാ കാര്യങ്ങളും വെച്ചുകൊണ്ടുള്ള മെസ്സേജ് അയച്ചു. ഓരോരുത്തർ അദ്ദേഹത്തിന് PS-നോടെല്ലാം വിളിച്ചു. അതിന് തിരിച്ചു വിളിക്കണം. പക്ഷെ അദ്ദേഹം വിട്ടു ഡൽഹിയിൽ. അതൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാന്ന് പറഞ്ഞാൽ ഏത് സാഹചര്യമാണ് ഇതിനെ ഇടയാക്കിയത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു രൂപമില്ല. ഈ പ്രൈവറ്റ് ടൂർ ഓപ്പറേറ്റേഴ്സിനോട് സംസാരിച്ചപ്പോഴും അവർക്ക് എന്ത് കാരണവശാലാണ് ഇത് ഒഴിവാക്കിയതെന്ന് അവർക്കും പറഞ്ഞു തരാൻ കഴിയുന്നില്ല. ഏതായാലും എന്തെങ്കിലും വിവരം കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ചില എഫേർട്ട് വളരെ സജീവമായിട്ട് ഞാൻ നടത്തിയിട്ടുണ്ട്. അത്രയേ പറയാനൊക്കെ ഈ ഘട്ടത്തിൽ. ഇന്ന് ഈ കിരൺ റിജിജു ഇന്ന് കേരളത്തിൽ വരുന്നുണ്ടല്ലോ, അദ്ദേഹത്തെ നേരിട്ട് കാണുമോ? നേരിട്ട് കാണാൻ ഞാൻ കണ്ടിട്ടില്ലെങ്കിലും അത് പിന്നെ മറ്റാളെ കൊണ്ട് കാണിക്കും. ഞാനിവിടെ കോഴിക്കോട്ടാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ പരിപാടി എറണാകുളത്ത്. എവിടെയായിരുന്നു പരിപാടി? എറണാകുളത്താണ്, കൊച്ചിയിലാണ്. കൊച്ചിയിലാണ്. നോക്കാം, നമ്മളെ MP എന്നെ അവിടെ ഉണ്ടോ നോക്കാം. അതല്ലെങ്കിൽ ഫോണിൽ എങ്ങനെയാലും കിട്ടും. എന്നിട്ട് വിളിക്കുക അദ്ദേഹത്തെയും പറഞ്ഞ് ഏർപ്പാട് ചെയ്തു. ഇന്നും ഫോണിലെങ്കിലും അദ്ദേഹത്തെ ബന്ധപ്പെടും തീർച്ചയായിട്ടും. നന്ദി ടി ഈ വാർത്തയോട് പ്രതികരിച്ചതിന്. മുഹമ്മദ് അസ്ലമിലേക്ക് ഒരിക്കൽ കൂടി. അസ്ലം, ഇതിപ്പോൾ പ്രധാനമന്ത്രി ഇടപെട്ടാൽ മാത്രമേ കാര്യങ്ങൾ ഓപ്പൺ ആവൂ എന്നുള്ളതാണ് അവസ്ഥ. അതായത് ഇന്ത്യ ഗവൺമെന്റ് തന്നെ നയതന്ത്ര തലത്തിൽ സൗദി ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു പോർട്ടൽ കുറച്ച് സമയത്തെങ്കിലും ഓപ്പൺ ചെയ്യുകയും അങ്ങനെ ഈ വീണ്ടും വിവരങ്ങൾ അപ്ലോഡ് ചെയ്തുകൊണ്ട് അവർക്ക് നൽകേണ്ടി വരും. കാരണം സൗദി എല്ലാത്തിനും കൃത്യമായി തന്നെ സമയം നൽകിയിരുന്നു. നമുക്കറിയാം ലോകത്തുടനീളമുള്ള രാജ്യങ്ങൾക്ക് കോട്ടകൾ അനുവദിക്കുകയും അവർക്ക് ആവശ്യമായ നടപടികൾ ഓൺലൈൻ പോർട്ടൽ വഴി സമയക്രമം നൽകുകയും ചെയ്തു. ആ സമയക്രമം പൂർത്തീകരിച്ച് കഴിഞ്ഞതോടുകൂടി അവർ അടയ്ക്കുകയാണ് ചെയ്തത്. നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു അധികൃതരുടെ ഭാഗത്തുള്ള ഒരു വീഴ്ച കാരണമാണ് അവിടെ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാൻ വൈകിയത്. അതുകൊണ്ട് തന്നെ അവരെ സമയത്തോളം വീണ്ടും തുറക്കുക എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് വേണ്ടി മാത്രം തുറക്കുക അവരുടെ ഒരു കാര്യമില്ല. അതേസമയം കേന്ദ്ര സർക്കാർ ആ അർത്ഥത്തിൽ നയതന്ത്ര തലത്തിൽ ഇടപെടുകയും ഒരു പ്രത്യേകമായ ഇളവ് വാങ്ങി നൽകുകയും ചെയ്താൽ മാത്രമേ ഇനി ഇപ്പോൾ 52,000 ആകെ ഉണ്ടായാലും 10,000 പേരെങ്കിലും ഓപ്പൺ ചെയ്യാൻ കഴിയുന്നു, അല്ലെങ്കിൽ ഇനിയും അയക്കാമെന്നുള്ള പ്രതീക്ഷ കേന്ദ്ര ഹജ്ജ് വകുപ്പിനുണ്ട്. അതേസമയം മറ്റ് 42,000 പേർക്ക് കുറച്ചുകൂടി സമയം കിട്ടിയാൽ മാത്രമേ അവരുടെ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുകയും അവരുടെ ഹജ്ജ് യാത്ര യാഥാർത്ഥ്യമാവുകയും ചെയ്യുള്ളൂ. എന്തായാലും നയതന്ത്ര ഇടപെടലില്ലാതെ ഉദ്യോഗസ്ഥ തലത്തിൽ ഇടപെടൽ ഏറെക്കുറെ അതിൻ്റെ ഒരു ലിമിറ്റ് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് സൗദിയിൽ നിന്നും അതോടൊപ്പം തന്നെ കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് മന്ത്രാലയത്തിൽ നിന്നും ജിദ്ദ കൗൺസിലേറ്റിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരം.